ഗുഡ് മോർണിംഗ്. നമ്മളിങ്ങനെ നന്നാവാൻ തുടങ്ങുമ്പോൾ ചെകുത്താന്മാരിങ്ങനെ നമ്മളെ അകറ്റിക്കൊണ്ടിരിക്കും. ഇന്ന് ഞങ്ങൾ നല്ല ലേറ്റായി എങ്കിലും ഞങ്ങൾ 21 ഡേ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ്. ആർക്കും ഞങ്ങളെ തോപ്പിക്കാനാവില്ല. ആർക്കും ആലോചിക്കോ 5 മണിക്ക് എങ്ങാണ്ട് ഇറങ്ങണമെന്ന് വിചാരിച്ചാ. അതെ, ഞങ്ങൾ ഇറങ്ങിയപ്പോ 6:20. എന്നാലും നമ്മള് കംപ്ലീറ്റ് ചെയ്യും. ഞാനിന്ന് സ്വപ്നം കണ്ടു ഇന്നത്തെ നടത്തം നടന്നില്ല എന്നുള്ളത്. പക്ഷെ ഭയങ്കര അലകട്ടായിരുന്നു ഉറക്കത്തിൽ പോലും. പോണം പിന്നെ പോണോ ഒന്ന് പോണോ. പിന്നെ 21 ഡേയ്സ് ചലഞ്ചാണ്. അതെ, ഞങ്ങൾ ഇറങ്ങി രണ്ടും കൽപ്പിച്ചു. നമ്മുടെ കാര്യം നമുക്കെല്ലാം അറിയാം. ഇന്ന് പക്ഷെ പോവാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചതാ. അങ്ങനെ ഞങ്ങക്ക് തോറ്റു കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. നമ്മൾ ഇന്ന് പ്രശാന്ത സുന്ദരമായ ആ പഴയ വഴികളിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വനാന്തരങ്ങളിലൂടെ ഒരു യാത്ര. വനാന്തരം വകുത്ത് മാറ്റി പോണം. അതെ, വകുത്ത് മാറ്റി പൊക്കോണ്ടിരിക്കുകയാണ് അന്നത്തെ പോലെ. ഐഷു, ഞാൻ ആലോചിക്കുകയായിരുന്നേ, ഈ കോണ്ടന്റ് ഇല്ലാത്തതാണ് നമ്മളുടെ കോണ്ടന്റ് അല്ലേ? വിഷയദാരിദ്ര്യമാണ് നമ്മുടെ പ്രധാന വിഷയം. ഇത് തന്നെ നമ്മൾ 2-3 ദിവസം കൂടെ പറഞ്ഞു കഴിക്കുക. സീനറി കാണിച്ചു. ഞങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതെ, ഇതാണ് ഞങ്ങളുടെ വിഷയം. ഇതുപോലെ ആരെങ്കിലും ക്യാമറയ്ക്ക് ഫ്രണ്ടിലോട്ട് വരാൻ ധൈര്യപ്പെടുമോ? രാവിലെ കുളിച്ചില്ല, നനച്ചില്ല, മേക്കപ്പ് ഇല്ല, കമ്മലില്ല, മാലില്ല, വളയില്ല. ഇതൊക്കെ ഇന്നലത്തെ മേക്കപ്പ്. ഉറങ്ങിപ്പോയി. അതേപടി എണീറ്റിക്ക് പോരെ. പല്ലൊക്കെ തേച്ചോട്ടെ. ഞാൻ പല്ലൊക്കെ തേച്ചോട്ടെ. കണ്ടോ സീനറി ഉണ്ടോ? രമണീയമായ സ്ഥലത്ത് ഞാൻ തിരിച്ചു കാണിക്കാം. ഇതുണ്ടോ? അയ്യോ, തുള്ളികൾ കണ്ടോ? മഞ്ഞു തുള്ളികളുണ്ടോ? ഇവിടൊക്കെ ഉണ്ടോ തുള്ളികൾ? നോക്ക്. സ്കൂട്ടർ വരുന്നു. സന്തോഷ് മാമന്റെ സ്കൂട്ടറാണ്. ഇപ്പോഴാ എടുത്ത്. ഭയങ്കര ഇഷ്ടമല്ല. എന്റെ പടച്ചോനെ, ഇത് ഏത് ജില്ല? അതിനെ പോയി മണപ്പിക്കില്ലേ? അത് പറയുന്നത് നമ്മള് വനാന്തരങ്ങളിലെ പാത പോലെ പാതയിലേക്ക് എത്തിയിരിക്കുകയാണ് ഗായ്സ്. കണ്ടോ, ഇതാണ് പിള്ളേര് കളിക്കുന്ന കണ്ടം. വിശപ്പെന്ന് വെച്ചാലുണ്ടല്ലോ കണ്ടത്. ഈ തെങ്ങിൻ്റെ ഇടയ്ക്കിടാത്ത എന്തോ അനക്കങ്ങൾ കേൾക്കുന്നു. ഞങ്ങളിപ്പോ അങ്ങോട്ട് പോയിട്ട് വന്നതാ ഗൈസ്. നോ. വെള്ളത്തിനകത്ത് എന്തോ ശബ്ദങ്ങൾ. ഐഷു ഇതാ ഈ നല്ല സുദിനം ആഘോഷിച്ചുകൊണ്ട് നടന്നു പോകുന്നു. അടിപൊളി മോർണിംഗ്. ഈ വഴികൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്, ഇഷ്ടപ്പെട്ടു. അതൊക്കെ കട്ട് ചെയ്താണ്.
സമയം അതിക്രമിച്ചിരിക്കുന്നു. 6:44. 6:45 ഈ കുട്ടിക്ക് വീട്ടിൽ കയറേണ്ടതാണ്. യെസ്, ഇനി 1 മിനിറ്റ് കൊണ്ട് അങ്ങ് പറന്നിട്ടെത്തിട്ട് നടന്നിത്തണം. 7 മണിക്ക് നമ്മൾ എവിടെയെങ്കിലും ചെല്ലണം എന്നുണ്ടെങ്കിൽ നമ്മളവിടെ 7:30 ചെല്ലണം. യു ലുക്ക്, ഞങ്ങളുടെ വില്ലേജിൽ ഇതുപോലത്തെ ഇതൊക്കെ ഉണ്ട്. ഇത് വേലി, എന്ത് വേലി എന്താണ്, ഒരു സുന, എന്ത് വേലി നേരത്തെ കഴിഞ്ഞ് ഇന്നേ സമയമില്ലായിരുന്നു. ഇന്നലെ പോയി, ഇന്നലെ വേറെ റൂട്ടായിരുന്നു. ഓരോരോ റൂട്ടുകൾ തേടി നടക്കുകയാണ്. എല്ലാവർക്കും ഞങ്ങൾ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടാ പോവുകയാണ്. കുഞ്ഞിപ്പാലം കണ്ട കുഞ്ഞിപ്പാലം, ഇതൊക്കെ വില്ലേജിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അതെ, എന്നും പറഞ്ഞ ഞങ്ങളുടെ സ്ഥലം പട്ടിക്കാടാകുന്നില്ല. ഞങ്ങളുടെ സ്ഥലം ശ്യാമസുന്ദരവും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ സ്ഥലം. അതാണ് മാവേലിക്കരയാണ്. ഓക്കെ, ഞങ്ങൾക്ക് മാവേലിക്കര ഉണ്ട്. മാവേലിക്കര പട്ടണത്തിൽ അതിമധുരം വിതറിയോട് അങ്ങനെ കണ്ടില്ല. അല്ല, ആലപ്പുഴ മാവേലിക്കര ഒരു പട്ടണമാണ്. അത് ആലപ്പുഴയാണല്ലോ മാവേലിക്കര, അത് നിങ്ങൾ ഓർക്കണം. പിന്നെ തട്ടാരമ്പലം ഒരു മിനി ടൗൺ ആണ്. പിന്നെ ഇവിടുന്ന് ഞങ്ങൾക്ക് 5 മിനിറ്റ് പോയാൽ തട്ടാരമ്പലം, 10 മിനിറ്റ് പോയാൽ മാവേലിക്കര. ഞങ്ങൾക്ക് ഒന്നിനും ഒരു കുറവില്ല. വി ആർ നോട്ട് ഇൻ എ പട്ടിക്കാട്. ഓക്കെ, അപ്പം ഞങ്ങളുടെ സൂപ്പർ സ്ഥലമാണ്. ഞങ്ങളെപ്പോലെ നല്ലൊരു സ്ഥലം വേറെ ഒന്നുമില്ല. പോലെ ഓക്കെ, സൈക്കിൾ വരുന്നു ചെറുക്കൻ്റെ. അത് എനിക്ക് പിന്നെ പറയാനാണെങ്കിൽ സ്കൂളിലൊക്കെ പൊക്കോ, എൻ്റെ മൊബൈൽ തട്ടി കളയുന്നേ ഉള്ളൂ. പ്രളയത്തിന്റെ സമയത്ത് ഇവിടൊക്കെ മുങ്ങി. പക്ഷെ അവിടെ ഒരു കലിങ്ങുണ്ട്. ആ കലിങ്ങിന് മുകളിലോട്ട് മുങ്ങിയിട്ടില്ല. കലിങ്ങിന്റെ തൊട്ട് മുകളത്ത് വീടാ. പ്രളയത്തിന്റെ സമയത്ത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഇങ്ങേരാണ് ഇവിടുത്തെ മെയിൻ വഴക്കാളി. രാവിലെ വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുക 2 പെമ്പിള്ളേർ കണ്ടോ. വരും, അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരുന്ന് ആരെങ്കിലും വഴക്കുണ്ടാക്കാൻ വരുമോ? കണ്ടു, രാവിലെ വീട്ടിൽ വഴക്കുണ്ടാക്കുക. എന്തോ ഞങ്ങളോട് വഴക്കുണ്ടാക്കിയ മനസ്സിലായി. കണ്ടോ, കണ്ടു മനസ്സിലായി കണ്ടു. സുഖമല്ലയോ? പിന്നെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ ഈ പരിസരത്തുള്ള ആൾക്കാരുടെ അടികളൊന്നും ചെയ്യില്ല, എനിക്കറിയാൻ വേണ്ടി. നമ്മള് നേരെ നോക്കി അയ്യോ അമ്മ സുഖമാണോ എന്ന് ചോദിക്കാറില്ല. പിന്നെ പിള്ള എന്തുകൊണ്ട് വിശേഷം, അതാണ് ആ ബോണ്ടിന്റെ ഒരു എക്സ്ട്രീം ലെവൽ എന്ന് പറയുമ്പോ. അതാണ് എന്നും പറഞ്ഞ് നിങ്ങൾ ആരും ഗുരുത്വമില്ല എന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല, നമ്മുടെ മനസ്സിൽ സ്നേഹം കൂടിയുള്ളൊരു പ്രശ്നമാണ്. നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമ്മളിപ്പോ മാതാസ്ത്രീ, നിങ്ങൾക്ക് സുഖമാണോ സൗഖ്യമാണോ ഒന്നും നമ്മൾ ചോദിക്കത്തില്ല. പെണ്ണുമ്പോൾ എനിക്ക് സുഖമാണോ ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് സുരാജ് വെഞ്ഞാറമ്മൂടാണോ എന്നൊരിക്കലും ഡൗട്ട്. 24 ക്യാരറ്റ് സ്വർണം എന്നൊക്കെ പറയുന്ന പോലെ സ്വർണ്ണമാണത്. ആ ഒരു ബോണ്ട് നമുക്ക് എങ്ങും കിട്ടത്തില്ല. നമുക്കിപ്പോൾ ഓഫീസിൽ പോയാലാണെങ്കിലും സ്കൂളിൽ പോയാലാണെങ്കിലും ചിലപ്പോൾ നമുക്ക് അതുപോലൊരു ബോണ്ട് കിട്ടത്തില്ല. കാരണം തൊട്ട് നമ്മൾ വളർന്നു വരുന്നത് ഇവരുടെയൊക്കെ ഇടയിലാണ്. അപ്പോൾ പിന്നെ ഓഫീസിലൊക്കെ പറഞ്ഞാൽ നല്ല എന്താ പറയാ, അത് ഒരുമയുള്ള സ്റ്റാഫിനെ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. പല സ്ഥലത്തു നിന്ന് വന്ന് ഒരുമിച്ച് കൂടുമ്പോൾ അവർക്ക് ആ ഒരു ബോണ്ടൊന്നും ഉണ്ടാവണമെന്നില്ല. ഓഫീസൊക്കെ എങ്ങനെയാണ്, ബാക്കിൽ നിന്ന് കുത്തൽ വരുന്നതാണ് ഓഫീസ്. പിന്നെ ഇവിടെ സ്കൂളിൽ പഠിച്ച കോളേജിൽ പഠിച്ച ആ ഒരു ലെവൽ ഒരിക്കലും നമുക്ക് ഓഫീസിൽ കിട്ടത്തില്ല. ഞാനിവിടെ ഇത്ര വർത്തമാനം പറഞ്ഞു, ഞാൻ ഓഫീസിൽ ഒരു വാക്ക് പോലും അഷ്ടക്കുന്നുണ്ടാത്ത ആളാണ്. അപ്പോൾ അതാണ് എൻ്റെ സ്വഭാവം. അപ്പോൾ നമുക്ക് മനസ്സിലാകാൻ 2 ലെവലിലാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒന്ന് സൈലൻ്റ് ആയിട്ട്, ഒന്ന് വയലൻ്റ് ആയിട്ട്. എനിക്ക് 2 ഫേസ് ഉണ്ട്. വയലൻ്റ് ആവുന്ന സമയം നടിപ്പഴൊക്കെയാണ്. അപ്പോൾ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടിയുടെ വീടെടുക്കാറായി. ഞങ്ങൾക്ക് അതെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. ഇതാണ് എൻ്റെ വീട്. തിരിയും. This is my home, sweet home. ഇതാണ് കുട്ടിയുടെ സ്വീറ്റ് ഹോം. Oh my sweet mother is here, guys. തീർന്നു. ഇന്ന് വയലന്റ്. ഇന്ന് വയലന്റ്. Tata, bye. See you in the violet now. Tata.